ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിന്നീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കുറേ നല്ല ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു കുടയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് മഴയായാലും വെയിലായാലും നമ്മളെല്ലാവരും കുട ഉപയോഗിക്കുന്നവരാണല്ലേ. അപ്പം നമ്മൾ കുട ഇങ്ങനെ മടക്കിയാണ് സാധാരണ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഇതുപോലൊക്കെ കുടയിൽ ഇതുപോലൊക്കെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുട നല്ല ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഇല്ലാതെ പോയി എങ്ങനെയും പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് പകരം ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. അപ്പം നമ്മൾ ഇതില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ കുട നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലുള്ള ബാൻഡ് കാണുമല്ലോ, മുടിയിലൊക്കെ കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെയൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. 1-2 പ്രാവശ്യം ഇതുപോലൊക്കെ ഒന്ന് മടക്കി നമുക്ക് ടൈറ്റാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരെണ്ണം പോയാലും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. കുട ഇതുപോലൊക്കെ കറക്റ്റായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് രാവിലെയൊക്കെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചി നമുക്ക് കത്തി വെച്ച് ഇതിൻ്റെ തൊലി കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഈസി വഴിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ പെട്ടെന്ന് ഇഞ്ചിയുടെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. നമുക്ക് കത്തിയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ, ഇതുപോലുള്ള സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതുപോലൊക്കെ ചിരണ്ടി എടുക്കാൻ പറ്റും. പെട്ടെന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ തൊലി അങ്ങ് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു സ്പൂണ് വെച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എത്ര ഇഞ്ചി വേണമെങ്കിലും നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തൊലി കളഞ്ഞ് കത്തിയില്ലാതെ കണ്ട് എടുക്കാൻ പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ വീടിൻ്റെ ചാവി അഥവാ താക്കോല് നമ്മുടെയൊക്കെ വീടുകളിൽ കാണും. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പേഴ്സിലും ബാഗിലും ഒക്കെ വെച്ച് കഴിയുന്നതാണ്. ഇത് മിസ്സായി പോകാനുള്ള വഴിയുണ്ട്. കുട്ടികളുടെ കൈ കൊടുത്താലും ചില സമയത്ത് കുട്ടികളൊക്കെ നമ്മുടെ പേഴ്സും ബാഗും ഒക്കെ എടുത്തു കഴിയുന്നതാണ് ഈ ഒരു ചാവിയാണെങ്കിൽ മിസ്സായി പോകാറുണ്ട് ബാഗിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇതുപോലൊക്കെ ചാവി എടുത്തതിന് ശേഷം ഇതിലേക്കൊരു സെഫ്റ്റി പെൻ ഇതുപോലൊക്കെ ഒന്ന് നമുക്ക് ഇതിൻ്റെ ഈ ഒരു റൗണ്ടിലേക്കൊന്ന് എടുത്തു കൊടുക്കുക ഇതുപോലൊക്കെ. അതിനുശേഷം നമ്മുടെ പേഴ്സാണോ ബാഗാണോ നമ്മൾ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഈ അകത്തെ തുണിയിലേക്ക് നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ഈ ഒരു സെഫ്റ്റി പെൻ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വന്ന് ബാഗ് തുറന്നാലും അതുപോലെ പേഴ്സ് ആണെങ്കിലും ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ ആ ഒരു താക്കോൽ ഇവിടെ സേഫായിട്ട് ഈ ഒരു ബാഗിനകത്ത് ഇതുപോലെ കിടന്നോളൂ. കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ പിൻ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ കുറച്ച് ബട്ടൺസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളുടെയൊക്കെ യൂണിഫോമിൻ്റെയൊക്കെ പഴയ ഷർട്ടിൻ്റെയൊക്കെ ബട്ടൺസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഷർട്ടൊക്കെ നമ്മൾ ചില സമയത്ത് പഴയതായി കഴിയുന്നുണ്ടെങ്കിൽ ആ ബട്ടൺസ് എല്ലാം നമ്മൾ ഇതുപോലെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും അത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് സേഫായിട്ട് വെക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു സെഫ്റ്റി പിന്നാണ്. ഇനി നമുക്ക് പല കളറിലുള്ള സെഫ്റ്റി പിൻസ് ഉണ്ടെങ്കിൽ അതുപോലൊക്കെ ഓരോ കളർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇത് ഈ ഒരു സെഫ്റ്റി പിൻ ആണെങ്കിൽ ഇതിലേക്കൊന്ന് ഈ ഒരു ബട്ടൺസിലേക്കൊന്ന് എടുത്തിട്ടുണ്ട്. അതുപോലൊക്കെ തന്നെ നമുക്ക് ഓരോ കളറിലെ സെഫ്റ്റി പിൻ ആണെങ്കിലും സെപ്പറേറ്റ് ഒരു ഓർഡറിൽ നമുക്ക് വെക്കാവുന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ എത്ര സെഫ്റ്റി പിൻ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലൊക്കെ ഒരു പിന്നുണ്ടെങ്കിൽ പിന്നിൽ ഇതുപോലൊക്കെ നമുക്ക് കുത്തി വെക്കാവുന്നതാണ്. എത്ര സെഫ്റ്റി പിൻ വേണമെങ്കിലും ഇതുപോലെ കുത്തി വെക്കാം. അപ്പോൾ കൂടുതൽ ബട്ടൺസ് ഉണ്ടെങ്കിൽ നമുക്ക് 2-3 സെഫ്റ്റി പിൻ ഇതുപോലെ എടുത്ത്, വലുതാണെങ്കിൽ കൂടുതൽ കൊള്ളും. ഇതുപോലൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് കണ്ടില്ലേ ഇതുപോലെ ഇട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു പാത്രത്തിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം.
നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. നമുക്ക് വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ ഒരു പ്ലാവെങ്കിലും ഇല്ലാത്ത വീട് കാണത്തില്ലേ. അപ്പോൾ ഈ പ്ലാവിൻ്റെ ഇതുപോലെ പഴുത്ത് വീഴുന്ന ഇലകളൊക്കെ, ഇത് കുറച്ച് ഉണങ്ങിയ ഇലയുണ്ട്, നമുക്ക് നല്ലപോലെ പഴുത്ത ഇതുപോലൊക്കെ അധികം ഉണങ്ങാത്ത ഇലകളുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഇതുപോലുള്ള ഇലകളൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇല നിങ്ങൾ കളയില്ല. അപ്പം ഞാനിവിടെ കുറച്ച് ഇല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ല ഇല നോക്കിയെടുക്കാം. പഴുത്ത ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇല വെച്ചിട്ടൊരു ക്ലീനിങ് ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് 5 പൈസ ചിലവില്ലാതെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ബാത്റൂമിലൊക്കെയുള്ള പിന്നെ ബക്കറ്റ്, കപ്പ്, അതുപോലൊക്കെ വീട്ടിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ബാത്റൂമിലെ ബക്കറ്റും കപ്പും ഒക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നു വെള്ളം വീണും ചില പൈപ്പൊക്കെ ലീക്കേജ് ആകുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു ബക്കറ്റിൽ നല്ല വഴുവഴുപ്പായിരിക്കും. ആ ഒരു വഴുവഴുപ്പ് പോകാനുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഈ ഒരു പഴുത്ത പ്ലാവിലെ വെച്ചിട്ട് ഞാൻ കാണിക്കുന്നത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ വെച്ച് നല്ല വഴുവഴുപ്പായതാണ്, ഇതിനകമില്ല. അതുപോലൊക്കെ തന്നെ ഒരു കപ്പും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കപ്പും ബക്കറ്റുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും ഉപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇലയാണ്. ഇലയെന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രഷായിട്ടുള്ള ഇല എടുക്കണം, ഉണങ്ങിയ ഇല എടുക്കരുത്. നല്ല പഴുത്ത് അന്നേരം വീഴുന്ന ഇല തന്നെ കഴിവതും എടുക്കാൻ നോക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾ ഉപ്പ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഈ ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ ഉപ്പ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഉപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ ഒരു ഭാഗമുള്ളിടത്ത്, കാരണം ഈ ഇലയുടെ ഇങ്ങനെയുള്ള സൈഡിൽ വേണം നമ്മൾ എടുക്കാൻ. അല്ലാതെ കണ്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ഫ്രണ്ടിലെടുക്കരുത്, ബാക്ക് സൈഡിൽ വേണം എടുക്കാൻ. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ബക്കറ്റൊന്ന് കഴുകി കാണിക്കാം. അപ്പം ഞാൻ ഈ ഒരു ബക്കറ്റിൻ്റെ അകം ഈ ഒരു ഉപ്പ് ഈ ഒരു സൈഡും വെച്ച് കഴുകുവാണ്. നമുക്ക് ഡിഷ് വാഷോ സോപ്പ് പൊടിയോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ ഒരു ഉപ്പ് മാത്രം മതി നമ്മുടെ ആ ഒരു ബക്കറ്റ് വെളുക്കാനും ബക്കറ്റിനകത്തെ ആ ഒരു വഴുവഴുപ്പ് പോകാനും ഈ ഒരു ഉപ്പ് മാത്രം മതി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പെടുത്ത് ഈ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ കഴുകേണ്ടത്. അതുപോലെ തന്നെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ബക്കറ്റിന് കൂടുതലായിട്ടോ സ്ക്രാച്ചസ് ഒക്കെ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അത് കാരണം നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ബക്കറ്റിനകത്തുള്ള ആ ഒരു വഴുവഴുപ്പെല്ലാം പോകും. അതുപോലൊക്കെ തന്നെ ബക്കറ്റിലുള്ള അഴുക്കും എല്ലാം പോകുന്നതായിരിക്കും. ഇപ്പം ഞാനിവിടെ ബക്കറ്റും കപ്പും നല്ലപോലെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല പോലൊക്കെ കപ്പും ബക്കറ്റും വെളുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ വഴുവഴുപ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.